ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പ്രായമാകുമ്പോൾ പലർക്കും ഓർമ്മശക്തി പോകുന്നുണ്ട്, പലരെ അൽഷിമേഴ്സ് ബാധിക്കുന്നുണ്ട്. അത് പിന്നെ കൂടുതൽ വീട്ടുകാരുടെ ഒരു ഭാരമായി മാറുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് മറികടക്കാം? ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിന്റെ ഭാരത്തിന്റെ ഓട്ടത്തിനിടയിൽ എല്ലാം ഇതേപോലെ തലയിൽ വെച്ച് ഓടുന്നതിനിടയിൽ എല്ലാം എൻ്റെ തലയിലാണ് പറഞ്ഞിട്ട് ഓടുന്നതിനിടയിൽ നമ്മളെ മറന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമുക്ക് വ്യായാമം ആവശ്യമാണ്, പോഷകസമൃദ്ധമായ ആഹാരം ആവശ്യമാണ്, പ്രാണായാമം ആവശ്യമാണ്. അതേപോലെ നമ്മുടെ ശ്വാസകോശങ്ങളെല്ലാം ആക്ടിവേഷൻ ആക്കുന്നതിന് വേണ്ടി സുദർശന ക്രിയ പോലുള്ള ശ്വസന വ്യായാമങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം ചെയ്യണം. അതെല്ലാം നിഷ്ഠയോടെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ബാധ്യതയാവും, ഭാരമാവും എന്നൊരവസ്ഥ വരും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാവണം, മറ്റുള്ളവർ നമുക്ക് ആശ്രയമാവേണ്ട സ്ഥിതി വരുത്തരുത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. വയസ്സാകും തോറും നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ എല്ലാവരെയും മറക്കും. ഭാര്യയെ മറക്കും, മക്കളെ മറക്കും, നമ്മുടെ സ്വത്ത് മറക്കും, സമ്പാദിച്ച സാധനങ്ങൾ മുഴുവൻ മറക്കും, ലോക്കറിൽ ഗോൾഡ് ഇട്ട് അത് മറക്കും, വസ്തുവകകൾ മറക്കും, ജീവിതാസ്തു. ഒരു അൾട്ടിമേറ്റ് നോളജാണ് സത്യത്തിൽ അത്. എല്ലാം ഒരു നിസ്സംഗ ഭാവത്തിൽ വെറും ഒരു സാക്ഷ്യം മാത്രമായി കാണുന്നു, ചെറിയ ജനിച്ചു വീണ കുട്ടിയെ പോലെ. അത് നമ്മളെ ഓർമ്മശക്തി നിലനിർത്തണമെങ്കിൽ നമ്മളുടെ ബ്രെയിനിന് വ്യായാമം കൊടുക്കേണ്ട ആവശ്യമാണ്. വ്യായാമം എപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിന് ഏറ്റവും നല്ലത് പുതിയ ലാംഗ്വേജുകൾ പഠിക്കുക, സംസ്കൃത ശ്ലോകങ്ങൾ പഠിക്കുക, മറ്റാണെങ്കിൽ ഭഗവത്ഗീത മുഴുവൻ ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഒരു 100 ശ്ലോകമെങ്കിലും. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പുതിയ ലാംഗ്വേജുകൾ പഠിക്കുക. ഇംഗ്ലീഷ്, ഐ ഡോണ്ട് ഡുക്കിനോ എന്ന് പറയുന്നതിന് പകരം ലാംഗ്വേജ് എല്ലാം ആഴത്തിൽ പഠിക്കുക. അതെല്ലാം നമ്മളെ ബ്രെയിനിന് ആക്ടിവേഷൻ ആവും, നമ്മളെ ഓർമ്മശക്തി ഒന്ന് നിലനിർത്താൻ വളരെ സഹായമാവും. അതുപോലെ നല്ല പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കണം. അതുപോലെ പ്രാണായാമം സുദർശനക്രിയകളുള്ള ഡെയിലി ചെയ്യണം. കാരണം വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെല്ലാം മറക്കും, എല്ലാം മറക്കും. പിന്നെ നമ്മളെ പല്ലും ഇതെല്ലാം പോയി കഴിഞ്ഞാൽ, തലമുടിയൊക്കെ നരച്ച് പല്ല് പോയി, അംഗഭംഗങ്ങളൊക്കെ മറ്റേത് അഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം സന്ധിബന്ധങ്ങളൊക്കെ അഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ മറക്കും, നമ്മൾ മറ്റുള്ളവരെ മറക്കും. അപ്പൊ നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിന് ഏറ്റവും നല്ലത് കുറച്ച് ശ്ലോകങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നമ്മളെ ഏതാ മതഗ്രന്ഥം അതിന്റെ വചനങ്ങൾ മുഴുവൻ ഒരു 10 നോറണമെങ്കിലും പൂർണ്ണമായി ബൈഹാർട്ട് പഠിക്കുക. അതേപോലെ തന്നെ പുതിയ ലാംഗ്വേജുകൾ, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി, അല്ലെങ്കിൽ വേറെ ഏതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ്, അത് പഠിക്കുക. അത് നമ്മുടെ സമയം വേസ്റ്റ് അല്ല. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് നല്ല ആത്മീയമായ പരിപാടികളിൽ പങ്കെടുക്കുക. അടിയും തല്ലല്ല ഞാൻ പറയുന്നത്. ദൈവമില്ല പറയുന്ന നിരീശ്വരവാദികളുടെ ഇടയിലോ അതിന്റെ ഇടയിലല്ല പോകണമെന്നല്ല പറയുന്നത്. ദൈവവിശ്വാസം വളർന്നവരെ നടക്കുന്ന നോളജ് സെഷനുകൾ, അറിവിന്റെ സെഷനുകൾ നമ്മൾ പങ്കെടുക്കണം. അതുപോലെ ദുഷ്ടജനങ്ങളിൽ നമ്മൾ മാറി നിൽക്കുകയും വേണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മരണസമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായിട്ടായിരിക്കും അടുത്ത ജന്മം ജനിക്കുന്നത്. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യമ്യം വാ വിസ്മരം ഭാവം തെജത്യന്റെ കളയപരം തം തമേ വൈദികൗന്ദേയ സദാ തദ്ഭാവഭാവിത. നമ്മള് ജീവൻ വെടിയുന്ന സമയത്ത് എന്താണോ നമ്മൾ മനസ്സിൽ വരുന്നത് ആ സമയത്തുള്ള ചിന്തയായിട്ടായിരിക്കും അടുത്ത ജന്മം നമ്മൾ ജനിക്കുന്നത്. നമ്മൾ വീട്ടിൽ വളർന്ന പട്ടിയെ കുറിച്ച് ആലോചിച്ചു.
ആണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അടുത്ത് നമ്മൾ പട്ടിയായിട്ടായിരിക്കും ചിരിക്കുക. നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ ഉറങ്ങുന്ന സമയത്തുള്ള ലാസ്റ്റ് ചിന്തയായിരിക്കും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാൻ സാധിക്കും. അത് സത്യം. നല്ല ചിന്തകൾ കൊണ്ട് നമ്മൾ മരിക്കണം. ഒരിക്കലും വീട്ടില് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈസി ചെയറിൽ കിടന്ന് ഇരിക്കരുത്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദേഹം അനങ്ങാൻ പറ്റാണ്ടാവും. അല്ലെങ്കിൽ പായ വെച്ച് ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണിക്കാൻ പറ്റാണ്ടാവും. നമ്മൾ വീട്ടിന് വെളിയിൽ ഇറങ്ങുക, പല പബ്ലിക് പരിപാടികളിൽ പങ്കെടുക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, പൊതുപ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ്. നോക്കിയില്ലേ? തല്ലിക്കൊന്നാൽ കൂടെ ചാവില്ല അവർ. 100 വയസ്സും 150 വയസ്സും സർക്കാരിൽ നിന്ന് 1.5 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷമൊക്കെ പെൻഷൻ വാങ്ങിച്ച് സുഖമായിട്ട് കഴിയുന്നുണ്ടാവും. എങ്കിലും നമുക്ക് മരണത്തെ തടുക്കാൻ സാധിക്കില്ല. ഓരോ അവയവത്തിനും ഇപ്പോൾ വലിയ പ്രമുഖന്മാരായ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർക്ക് അവർക്ക് ഓരോ അവയവത്തിനും ഓരോ ഡോക്ടർമാരുണ്ട്. പക്ഷേ പിന്നെ അവർക്ക് ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല ആർക്കും. അത് ഭഗവാന്റെ നിശ്ചയമാണ്. പക്ഷെ ഓസി ഫുഡ് അടിച്ച് കുറെ കാലം സുഖമായിട്ടിരിക്കുക. സർക്കാരിന്റെ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട്, സുഖമായിട്ട് പെൻഷനും വാങ്ങിച്ച് സുഖമായി അടിച്ചു പൊളിച്ച് ജീവിക്കാം, ദേഹാനങ്ങാതെ ജീവിക്കാം. അപ്പൊ നമ്മൾ കുറെ ശ്ലോകങ്ങൾ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ ഓർമ്മശക്തി നിലനിർത്താൻ വേണ്ടിയിട്ട് കുറെ സംസ്കൃത ശ്ലോകങ്ങൾ ബൈഹാറ്റ് പഠിക്കുക, ഒരു 10-100 എണ്ണമെങ്കിലും. പിന്നെ പുതിയ ലാംഗ്വേജുകൾ പഠിക്കുക. ഇത് ശ്ലോകങ്ങൾ മാത്രമല്ല, നമ്മൾ ഏതാ മതഗ്രന്ഥം നമ്മൾ വിശ്വസിക്കുന്നത് അതില് വചനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട വചനങ്ങൾ ബൈഹാറ്റ് പഠിക്കുക. അത് ബൈഹാറ്റ് പഠിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ സ്വാംശീകരിക്കുക. സത്യം പറയരുത്, അല്ല സത്യം പറയണം, നുണ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വായ തുറന്ന നുണ പറയുക, വായ തുറന്നത് അസത്യം പറയുക. അസ്ഥിതി വരുത്തരുത്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ സ്വാംശീകരിക്കണം, നമ്മളത് ഉൾക്കൊള്ളാൻ സാധിക്കണം. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ വയസ്സുകാലത്ത് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നുണ്ട്. അത് നമുക്ക് ചെറിയ ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ തടയാൻ സാധിക്കും. വയസ്സുകാലത്ത് ഒരിക്കലും പോയിട്ട് പുതിയ ഇതിൽ ഷെയർ മാർക്കറ്റിന്റെ ആൾക്കാർ ഇരിക്കുന്ന കാണാം. 70-80 വയസ്സിൽ വായ പൊടിച്ചിട്ട് മറ്റേത് ഷെയറിന്റെ വില കൂടുന്നു കുറയുന്നൊക്കെ നോക്കിയിട്ട്. വാർദ്ധക്യമോടും ജരാനരയോടും തീർത്ഥമോഹേന മരിക്കുന്നു ചിലർ എന്ന് ഞാൻ പറയുന്നു. വാർദ്ധക്യമോടും ജരാനരയോടും അപ്പോഴും ഇങ്ങനെ ആഗ്രഹം ലോട്ടറി എടുക്കുക, 3000 രൂപ 4000 രൂപ ലോട്ടറി ഡെയിലി പോയിട്ട്. അങ്ങനെ വായ പൊളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. വാർദ്ധക്യമോടും ജരാനരയോടും തീർത്ഥമോഹേന മരിക്കുന്നു ചിലർ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓർമ്മശക്തി നിലനിർത്താൻ നമ്മൾ ഒരു ശ്രമം ആവശ്യമാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ശ്രമം ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമാകും. അതൊരിക്കലും ഇടവരുത്തരുത്. നമ്മൾ മറ്റുള്ളവർക്ക് ആശ്രയമാണ്, മറ്റുള്ളവർ നമുക്ക് ആശ്രയമാണ് സ്ഥിതി വരുത്തരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക്സ് എ ലോട്ട്. ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.